ചവനപ്രാശം മാത്രമല്ല, ആയുർവേദത്തിൽ പല ഔഷധയോഗങ്ങളിലും നെല്ലിക്ക ഉപയോഗിക്കാറുണ്ട്. അതിനെക്കുറിച്ചെല്ലാം അറിയുന്നതിന് മുൻപായി നിത്യജീവിതത്തിൽ നെല്ലിക്കയുടെ ഉപയോഗവും അതിൻ്റെ ഗുണങ്ങളും എന്താണെന്നറിയാം. നമ്മൾ നിത്യേന കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നെല്ലിക്കയുടെ ഗുണങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് കിട്ടുന്നുമുണ്ട്. നെല്ലിക്ക ഉപ്പിലിടുന്നത് പിന്നെ എല്ലാ വീട്ടിലെയും പോലെ ഉണ്ടായിരുന്നു. വെള്ള ഉപ്പിലിട് എന്ന് പറഞ്ഞിട്ട് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ചുമ്മാ ഉപ്പിലിട്ട് വെക്കും. അതെടുത്തങ്ങ് തിന്നോണം, ഇഷ്ടം പോലെ 6-7 എണ്ണമൊക്കെ തിന്നാം. മുതിർന്നവർക്ക് ഇഷ്ടം പോലെ നല്ല മുളകും കായവും ഒക്കെ ചേർത്തുള്ള നെല്ലിക്ക ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു. നെല്ലിക്ക വൈനെന്നും പറഞ്ഞൊരു സാധനവും ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുമായിരുന്നു. നെല്ലിക്കായും പഴയ ശർക്കര രണ്ടും കൂടെ ചേർത്ത് ഒരു വലിയ ഭരണിയിലാക്കി ഇട്ടിട്ട് ഏതെങ്കിലും മണ്ണിൽ കൊണ്ട് കുഴിച്ചിടും. ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ട് മണ്ണിൽ നിന്ന് കുഴിച്ചിടുമ്പോൾ വളരെ ഭംഗിയായിട്ട് മണ്ണൊന്നും കയറാതെ അടച്ചാണ് വെക്കുന്നത്. അത് കഴിഞ്ഞ് അത് എടുക്കുമ്പോൾ ആ ശർക്കരയും നെല്ലിക്കയും എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു ദശമൂലാരിഷ്ടത്തിൻ്റെ അകന്ന ചാർച്ചയിലുള്ള ഒരു നല്ല പാനീയം ഉണ്ടാകും. അതും വയറിന് വളരെ നല്ലതായിരുന്നു, നല്ല സ്വാദുള്ളതുമായിരുന്നു. എല്ലാവരും കഴിച്ചിട്ടുണ്ട്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുമായിരുന്നു. ഇപ്പം നെല്ലിക്കയും തുളസിയും ഒക്കെ ആടലോടകത്തിൻ്റെയും ഒക്കെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പണ്ടത്തെ കാലത്ത് വീടുകളിലൊക്കെ മിക്കവാറും ഔഷധ ഗുണമുള്ള അനേക സസ്യങ്ങളുണ്ടായിരുന്നു. നെല്ലിക്ക ഭക്ഷണത്തിലെ ഒരു ശീലമാക്കുന്നതിലൂടെ നിരവധി രോഗങ്ങൾ വരാതെ അതിനെ ചെറുക്കുവാൻ കഴിയും. മരുന്നായിട്ട് കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതെ നോക്കാൻ നെല്ലിക്കയ്ക്ക് തീർച്ചയായിട്ടും കഴിയും. നമ്മുടെ ശരീരത്തിൻ്റെ ഓജസ്സും പുഷ്ടിയും ഒക്കെ നിലനിർത്താൻ നെല്ലിക്കയ്ക്ക്, ഈ നെല്ലിക്ക അടങ്ങിയ ഇത്തരം സ്വാഭാവിക ഭക്ഷണത്തിന് തീർച്ചയായിട്ടും കഴിയുന്നതാണ്. ധാതുപുഷ്ടികരവും ശുക്ലമർദ്ദനവുമാണ് നെല്ലിക്കയെന്ന് ആയുർവേദം പറയുന്നു. അമ്ലപിത്തം, രക്തദുഷ്ടി, പ്രമേഹം, മുടികൊഴിച്ചിൽ ഇവ ശമിപ്പിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട് നെല്ലിക്കയ്ക്ക്. രുചി, ദഹനശക്തി ഇവ കൂട്ടാനും കണ്ണിന് കുളിർമ പകർന്ന് കാഴ്ചശക്തി കൂട്ടാനും നെല്ലിക്ക ഉത്തമമാണ്. നമ്മൾ നെല്ലിക്കയുടെ കാലം വന്നാൽ നെല്ലിക്ക ഉപ്പിലിട്ടുണ്ടാക്കുക എന്നുള്ളത് സാധാരണ സ്ഥിരമായിട്ട് പതിവുള്ളതാണ്. പണ്ടത്തെ സമ്പ്രദായത്തിൽ പച്ചക്കറിയുടെ കാലം വന്നാൽ കയ്പയ്ക്ക, പടവലങ്ങ അതുണ്ടാവുക. മാങ്ങയുടെ കാലം വന്നാൽ മാങ്ങയും ചക്കയും, അതേപോലെ നെല്ലിക്കയുടെ കാലം വന്നാൽ നെല്ലിക്ക ഉപ്പിലിടുക. അത് സാധാരണ പതിവുള്ള കാര്യമാണ്. ഇപ്പോഴും അതുണ്ട്. നെല്ലിക്ക വാങ്ങാൻ കിട്ടി തുടങ്ങിയാൽ നെല്ലിക്ക ഉപ്പിലിടാറുണ്ട്. അത് സാധാരണ വയറിന് വലിയ കുഴപ്പം ചെയ്യില്ല, വയറിന് മലബന്ധമൊന്നും വരാതിരിക്കും. പിന്നെ കുറച്ച് ഈ ദാഹമൊക്കെ കുറയും, ശരീരത്തിൻ്റെ ഈ ഉഷ്ണസ്വഭാവം കുറച്ച് കുറയും. നിത്യേന ഓരോ നെല്ലിക്ക തിന്നാൽ തന്നെ നമുക്കിന്ന് കാണുന്ന പല അസുഖങ്ങളും വരികയില്ല. അസുഖങ്ങൾ വന്നതിന് ശേഷം ചികിത്സിക്കുന്ന ഒരു രീതി പണ്ടുകാലത്തുണ്ടായിരുന്നില്ല. പ്രകൃതിയോട് മനുഷ്യൻ ഇണങ്ങി ജീവിക്കുമ്പോൾ പല അസുഖങ്ങളും, ഇന്ന് കാണുന്ന പല അസുഖങ്ങൾക്കും നമുക്ക് വരാറില്ല എന്നുള്ളതാണ് സത്യം. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നെല്ലിക്ക. കാലം, അർത്ഥം, കർമ്മം ഇവകളുടെ ഹീനയോഗം, മിഥ്യായോഗം, അതിയോഗം ഇവകളെ കൊണ്ട് പാപം സഞ്ചിതമാവുന്നുവെന്നും ഈ പാപം കൊണ്ട് പാപ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥ ആത്മാവിന് ഉണ്ടാവുക, അതിൽ നിന്ന് രോഗം ഉണ്ടാവുക എന്നാണ് ആചാര്യന്മാരുടെ സിദ്ധാന്തം. ഈ രോഗത്തിന് ദോഷവൈഷമ്യം എന്നുള്ള പദം കൊണ്ടാണ് ആയുർവേദ ആചാര്യന്മാർ വ്യവഹരിക്കുന്നത്. ദോഷം എന്ന് പറഞ്ഞാൽ വാതം, പിത്തം, കഫം ഈ 3 സാധനങ്ങൾ. വായു എന്ന് പറയുന്നത് ഈ അന്തരീക്ഷത്തെ വായു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു രൂപം നമ്മുടെ ശരീരത്തിൽ പല പ്രകാരത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഹൃദയത്തിൽ പ്രാണൻ എന്ന രൂപത്തിൽ അതിങ്ങനെ മിടിച്ചുകൊണ്ടുണ്ട്. ജീവൻ്റെ ലക്ഷണം പ്രാണൻ, ഹൃദി പ്രാണഹ. അതുമാതിരി
വയറിൽ അപാനൻ എന്ന് പറയുന്ന ഒരു പ്രാണൻ, അതേപോലെ നാഭിയിൽ സമാനൻ എന്ന് പറയുന്ന ഒരു പ്രാണൻ, ഉദാനൻ സംസാരിക്കാനുള്ള ശേഷിയൊക്കെ തരുന്ന ഒരു പ്രാണനാണ്. ആ പ്രാണൻ ഉദാന പ്രാണൻ. വ്യാനൻ നമ്മുടെ റിസ്റ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വ്യാനൻ എന്ന് പറയുന്ന ലക്ഷണമുള്ള ഒരു പ്രാണൻ. ഹൃദി പ്രാണ ഗുദേ അപാന സമാനോ നാഭിസംസ്ഥിത ഉദാന കണ്ഠദേശസ്ഥ വ്യാന സർവശരീരക. ഇങ്ങനെ 5 പ്രാണൻ നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഈ പ്രാണൻ നെർവ് സിസ്റ്റം വാഗതിഗന്ധനയോഹോ, അതിനാണ് വാദം എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്ന ഒരു പദമാണ് വായു എന്ന് പറയുന്നത്. ഇതിന് ഗതിയുണ്ട്, അല്ലെങ്കിൽ ഗതി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. നമ്മളെ സഞ്ചരിക്കാൻ, ചലിക്കാൻ, അവയവങ്ങളുടെ പ്രത്യേകമുള്ള ചലനം, രോമാഞ്ചം വരെയുള്ള അവസ്ഥ, ഇതൊക്കെ വാദം നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ എൻസൈം സിസ്റ്റം, വയറിൽ പിത്തം എന്ന് പറയുന്ന സാധനം, ആ പിത്തത്തിന് നമ്മുടെ ഉപാപചയങ്ങളെ ദഹിപ്പിക്കാനുള്ള ദഹന, വായിലുള്ള ഉമിനീര് എന്നുള്ള രസം മുതൽ വയറ് വരെയുള്ള ഭാഗത്ത് അന്നത്തിനും അതേപോലെ അന്നത്തിനെ പാകം ചെയ്യാനുള്ള എൻസൈം സിസ്റ്റം, അത് ശരീരത്തിലേക്ക് ഏതൊക്കെ ഭാഗത്ത് എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് പിത്തം എന്ന് പറയുന്ന ഒരു ദോഷം അത് നിയന്ത്രിക്കുന്നത്. അതുപോലെ കേന ഫാലയതീതി കഫഹ, നമ്മുടെ പ്രോട്ടോപ്ലാസ്മ സിസ്റ്റം, അത് ഓരോ കോശത്തിലുമുള്ള ജലത്തിൻ്റെ അംശം വരെ ഈ പ്രോട്ടോപ്ലാസ്മ സിസ്റ്റം നിശ്ചയിക്കുന്നത്. അതാണ് കം ജലം കേന ഫാലയതി ജലേന ഫാലയതി ഉത്പാദയതി ഇതി കഫഹ. വാതം പിത്തം കഫം 3 സിസ്റ്റം, നെർവ് സിസ്റ്റം, എൻസൈം സിസ്റ്റം, പ്രോട്ടോപ്ലാസ്മ സിസ്റ്റം. ഇത് നമ്മളൊട്ടാകെ ഒരു ബൃഹത്തായിട്ടുള്ളൊരർത്ഥം അത് മാത്രമേ ഇതിനുള്ളൂ. ഈ വാതപിത്ത കഫങ്ങൾ ഒരു തന്മാത്രയുടെ എല്ലാ ഭാഗത്തും, അതേമാതിരി ഒരു തന്മാത്രയുടെ എല്ലാ ഗുണങ്ങളിലും, അതേമാതിരി ദ്രവ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ചെയ്യുന്ന തന്മാത്രയുടെ 3 അംശങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇതിൽ പ്രോട്ടോൺ എന്ന് പറയുന്നത് കഫം എന്ന് പറയും, ഇതിൻ്റെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് പിത്തം എന്ന് പറയും, ഇതിൻ്റെ ന്യൂട്രോൺ എന്ന് പറയുന്നതാണ് വാദം. ഒന്ന് നിലനിൽപ്പ്, ഒന്ന് അതിൻ്റെ ശക്തി, വേറൊന്ന് അതിന് വേണ്ട ഊർജം. അതാണ് ഈ വാതപിത്ത കഫങ്ങൾ എന്ന് വ്യവഹരിക്കുന്നത്. ഒരു വൈദ്യന് ലോകത്തിലുള്ള ഏത് വസ്തുവും, അത് തൂണായാലും തുരുമ്പായാലും, വാതപിത്ത കഫങ്ങളിൽ കൂടി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് നമുക്ക് പ്രകൃതിയിൽ കൂടെ കാണാമെന്നുള്ളത് അടുത്ത ആഴ്ച നോക്കാം.